നമസ്കാരം പ്രിയപ്പെട്ടവരെ, ഇലക്ഷൻ എക്സ്പ്രസിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്നേഹസ്വാഗതം. ഇന്നും പതിവ് പോലെ 4 മണ്ഡലങ്ങളെക്കുറിച്ചാണ് ഞങ്ങൾ വിശകലനം ചെയ്യാൻ പോകുന്നത്. നമ്മോടൊപ്പം ജോയലുമുണ്ട്. ജോയൽ, നമസ്കാരം. കഴിഞ്ഞ കുറേ എപ്പിസോഡുകൾ നമ്മൾ കഴിഞ്ഞിരിക്കുന്നു. ഇനി ഇന്നത്തെ 4 എപ്പിസോഡുകളിലേക്ക് കടക്കാൻ പോവുകയാണ്. ഇന്ന് നമ്മൾ എടുക്കുന്നത് 4 ജില്ലകളുടെ പേരിലുള്ള നിയമസഭാ മണ്ഡലങ്ങളാണ്. അതിൽ ആദ്യം തിരഞ്ഞെടുത്തിരിക്കുന്നത് മലപ്പുറം നിയമസഭാ മണ്ഡലം. അതിനെക്കുറിച്ചൊന്ന് പറയും. മലപ്പുറം നിയോജക മണ്ഡലം നമുക്ക് പറയാൻ സാധിക്കും, ഉറപ്പായിട്ടും UDFന്റെ കോട്ടയാണ്. ആ കോട്ടയിൽ ഇതുവരെ വേറെ ആരും ജയിച്ചിട്ടില്ല. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് തന്നെ ജയിച്ചിട്ടുള്ളൂ എന്നതാണ് ആ മണ്ഡലത്തിന്റെ പ്രത്യേകത. UDFന്റെ കോട്ടയാണ്, പ്രത്യേകിച്ച് മുസ്ലിം ലീഗിന്റെ കോട്ടയാണ്. P. ഉബൈദുള്ളയാണ് ഇപ്പോൾ അവിടുത്തെ MLA എന്ന് പറയുന്നത്. ഒരുപാട് ചരിത്രമുള്ള മണ്ഡലമാണ്. അതായത് PK കുഞ്ഞാലിക്കുട്ടി ജയിച്ചിട്ടുണ്ട്, MK മുനീർ ജയിച്ചിട്ടുണ്ട്. ഈ ഡീലിമിറ്റേഷൻ മുമ്പത്തെ കാര്യമാണ് ഞാൻ പറയുന്നത്. ആ സമയത്ത് ആ മണ്ഡലത്തിന്റെ പല ഭാഗങ്ങളും വരുന്ന നിയോജക മണ്ഡലത്തിൽ MK മുനീറും കുഞ്ഞാലിക്കുട്ടി സാഹിബും എല്ലാം ജയിച്ചിട്ടുള്ള നിയോജക മണ്ഡലമാണ്. നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അത്രത്തോളം വലിയ UDFന്റെ കോട്ടയാണ്, അല്ലെങ്കിൽ IUMLന്റെ കോട്ടയാണ് ഈ മലപ്പുറം നിയോജക മണ്ഡലം എന്ന് പറയുന്നത്. പക്ഷേ എങ്കിലും പലപ്പോഴും LDF ഈ പറഞ്ഞ പോലെ വളരെ യുവനിരയിലുള്ള ആൾക്കാരെയൊക്കെ നിർത്തി നോക്കാറുണ്ടല്ലോ. അത് ബലിയാടികളായി നിർത്തുക എന്ന് പറയുന്ന ഒരു സംഭവമാണ്. ഇപ്പൊ കണ്ണൂർ ജില്ലയിലെ ധർമ്മടത്തോ അല്ലെങ്കിൽ മട്ടന്നൂരിലോ കോൺഗ്രസിന്റെ ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥിയെ, യുവാവിനെ ഒരു എക്സ്പീരിയൻസിന് വേണ്ടി നിർത്തുക എന്ന് പറയുന്ന സെയിം സംഭവമാണ് LDF പലപ്പോഴും ഈ മലപ്പുറം നിയോജക മണ്ഡലത്തിൽ പരീക്ഷിക്കുന്നത്. കാരണം ഒരു സ്വതന്ത്രനെ ഇറക്കി കഴിഞ്ഞാൽ പോലും വിജയിക്കാൻ സാധ്യതയില്ലാത്ത മണ്ഡലങ്ങളിൽ ഒന്നാണ്. സാധാരണ ഈ മലപ്പുറം ജില്ലയെ സംബന്ധിച്ചോളം പറയുകയാണെങ്കിൽ LDF പലപ്പോഴും സ്വതന്ത്ര പരീക്ഷണങ്ങൾ നടത്തി ചിലപ്പോഴൊക്കെ അത് വിജയിക്കുകയും ചെയ്യാറുണ്ട്. നമുക്കറിയാം KT ജലീലിന്റെ കാര്യവും പണ്ട് PB അൻവറിന്റെ കാര്യവും ഇപ്പോൾ അബ്ദുൾ റഹ്മാന്റെ കാര്യവും എല്ലാം അങ്ങനെ പല പല സ്വതന്ത്ര സ്ഥാനാർത്ഥികളുള്ള പരീക്ഷണങ്ങളാണ് LDF പലപ്പോഴും നടന്നത്. അങ്ങനെ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥി ഇട്ടാൽ പോലും വിജയിക്കുമെന്ന് LDFന് അല്ലെങ്കിൽ CPIMന് ഒട്ടും ഉറപ്പില്ലാത്ത നിയോജക മണ്ഡലമാണ് ഈ മലപ്പുറം കോൺസ്റ്റിറ്റ്യുവൻസി എന്ന് പറയുന്നത്. അവിടെ ഈ തവണ ഒരു UDFന് അനുകൂലമായിട്ട് വേവുള്ള സാഹചര്യത്തിൽ ഉറപ്പായിട്ടും കേരളത്തിലെ ഏറ്റവും നല്ല ഭൂരിപക്ഷം, ഏറ്റവും വലിയ ഭൂരിപക്ഷങ്ങളിൽ ഒന്നിലായിരിക്കും ആരായാലും സ്ഥാനാർത്ഥിയാലും വിജയിക്കാൻ സാധ്യത കൂടുതൽ. സ്ഥാനാർത്ഥിയാവോ? എനിക്ക് തോന്നുന്നു ഇപ്പൊ പറഞ്ഞു കേൾക്കുന്നത് കുഞ്ഞാലിക്കുട്ടി തുടങ്ങിയത് മലപ്പുറത്ത് നിന്നാണ്. അപ്പൊ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞ് കേൾക്കുന്ന കാര്യമാണ്. ചിലപ്പോൾ വേങ്ങര തന്നെയായിരിക്കും മത്സരിക്കുന്നത്. കുഞ്ഞാലിക്കുട്ടി തുടങ്ങിയത് മലപ്പുറത്ത് തന്നെയാണ്. അപ്പം കുഞ്ഞാലിക്കുട്ടിക്ക് ഈ തെരഞ്ഞെടുപ്പോട് കൂടി അതായത് മത്സര രാഷ്ട്രീയം അവസാനിപ്പിക്കണമെന്നാണ് എന്ന് പറഞ്ഞു കേൾക്കുന്നു. അങ്ങനെയാണെങ്കിൽ അദ്ദേഹം ചിലപ്പോൾ മത്സരിക്കാൻ ചാൻസ് ഉണ്ട്. കാരണം അദ്ദേഹം തുടങ്ങിയെടുത്ത് തന്നെ അദ്ദേഹത്തിന് മത്സരരംഗം അവസാനിപ്പിക്കണമെന്ന് അദ്ദേഹത്തിന് ആഗ്രഹമുണ്ടെന്ന് മാധ്യമങ്ങളിലൂടെ വാർത്ത കേൾക്കുമ്പോൾ നമുക്ക് അതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒരുപക്ഷെ PK കുഞ്ഞാലിക്കുട്ടി വരാൻ ചാൻസ് ഉണ്ട്. PK കുഞ്ഞാലിക്കുട്ടി വന്നു കഴിഞ്ഞാൽ ഒരുപക്ഷെ റെക്കോർഡ് ഭൂരിപക്ഷങ്ങളിലൊന്ന് കൊടുക്കുന്ന ഒരു നിയോജക മണ്ഡലമായിരിക്കാം ഈ മലപ്പുറം എന്ന് പറയുന്നത്. പ്രത്യേകിച്ചും UDFന് അനുകൂലമായിട്ടൊരു വേവ് ഉപമുഖ്യമന്ത്രി സ്ഥാനം കിട്ടും. അതറിയില്ല. എന്തായാലും മലപ്പുറത്തെ കുറിച്ചാണ് പറയുന്നത്. മലപ്പുറം പ്രവചനം വളരെ എളുപ്പമാണെന്നാണ് ജോൽ പറഞ്ഞത്. UDFന് തന്നെ ഉറപ്പിക്കാൻ പറ്റുന്ന ഒരു സീറ്റായിട്ടാണ് മലപ്പുറത്തെ നമ്മൾ കാണുന്നത്. അടുത്ത ഒരു ജില്ല എന്ന് പറയുന്നത് പാലക്കാടാണ്. പാലക്കാട് നമുക്കറിയാം സമീപകാലത്ത് ഏറ്റവും അധികം വിവാദങ്ങൾ ഉണ്ടാക്കിയ സ്ഥലമാണ്. പാലക്കാട് നിയമസഭാ മണ്ഡലം ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലാണ് അവിടെ MLA. അതെ, കഴിഞ്ഞ കുറച്ചു കാലം ഒരുപാട് വിവാദങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന സ്ഥലമാണ് ഈ പാലക്കാട് എന്ന് പറയുന്നത്. നമ്മൾ ഈ 2016 മുതൽ 2011 മുതൽ 2016, 2021 എല്ലാം ഷാഫി പറമ്പിൽ വിജയിച്ച് ഷാഫി പറമ്പിൽ കുത്തികയറ്റി വെച്ചിരുന്ന നിയോജക മണ്ഡലമാണ് ഈ പാലക്കാട് എന്ന് പറയുന്നത്. 2021 ഇലക്ഷനിൽ അവിടെ UDFന് അതൊരു ടഫ് ടൂസ് തന്നെയായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. BJPയുടെ E. ശ്രീധരൻ എന്ന കാൻഡിഡേറ്റ് ആയിരുന്നു മത്സരം. നമുക്കറിയാം, നമ്മുടെ മെട്രോമാൻ മത്സരിച്ച സമയത്ത് എനിക്കറിയാം, ഞാൻ ആ ഒരു ഇലക്ഷൻ ഭയങ്കര കൗതുകത്തോടെയാണ് ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നത്. അതായത് അവസാനത്തെ 3 റൗണ്ട് വരെയും, അവസാനത്തെ 3 റൗണ്ട് എന്ന് പറയുന്നത് മാത്തൂരും കണ്ണാടിയും പിരാരിയും ഒക്കെ ഉണ്ടെന്ന സമയം വരെയും, അതായത് മുനിസിപ്പാലിറ്റിയുടെ കീഴിലുള്ള പാലക്കാട് നിയോജക മണ്ഡലത്തിൻ്റെ സ്ഥലങ്ങളിലെല്ലാം ഈ BJP വളരെ വ്യക്തമായ ഒരു ലീഡ് നേടുകയുണ്ടായി. ആ ലീഡ് ഒരിക്കലും 6000 വരെ പോയി. പിന്നീടാണ് അവിടുന്ന് താഴ്ന്ന് പിന്നെ അത് 3000 എത്തുന്നത്. മാത്തൂരൊക്കെ എണ്ണുന്ന സമയത്താണ് അത് 3000-ലേക്ക് എത്തുന്നത്. പിന്നെ പിരാരിയും കണ്ണാടിയും കൂടെ എണ്ണി കഴിഞ്ഞപ്പോൾ ഓഫ് കോഴ്സ് UDF അങ്ങനെ വിജയിച്ച് കയറുകയായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. കഷ്ടിച്ച് വിജയിച്ച് കയറുകയായിരുന്നു UDF. അതായത് ഞാൻ പറഞ്ഞത്, അല്ലെങ്കിൽ തന്നെ പണ്ട് മുതലേ തന്നെ BJPക്ക് വളരെയധികം സ്വാധീനമുള്ള ഒരു നിയോജക മണ്ഡലമാണ് ഈ പാലക്കാട് എന്ന് പറയുന്നത്. പാലക്കാട് മുനിസിപ്പാലിറ്റി ഇപ്പോഴും ഭരിക്കുന്നത് ഇപ്പോഴത്തെ ഹങ്ങാണെങ്കിലും ഭൂരിപക്ഷം ആളുകളും കൂടുതലുള്ളത് കൊണ്ട് ഭരിക്കുന്നത് BJP തന്നെയാണ് എന്ന് നമുക്ക് BJP തന്നെയാണ്.
അപ്പം അതുപോലെ തന്നെയാണ് ഇപ്പം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൻ്റെ കാര്യം വന്നു കഴിഞ്ഞാൽ അപ്പം ഒരു പഞ്ചായത്തിൽ BJP LDF നെക്ക് ടു നെക്ക് സെക്കൻഡ് വരെ എത്തിയിട്ടുണ്ട്. പക്ഷേ ഈ പഞ്ചായത്തുകളിലും കൂടെ BJPക്ക് കുറച്ചധികം സ്വാധീനം ഉണ്ടാക്കാൻ സാധിച്ചു. ഒരു പക്ഷേ BJPക്ക് വിജയിക്കാവുന്നൊരു നിയോജക മണ്ഡലമാണ് ഈ പാലക്കാട് എന്ന് പറയുന്നത്. കാരണം ഈ പഞ്ചായത്തുകളുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ന്യൂനപക്ഷ വിഭാഗം N ബ്ലോക്കായി UDF വോട്ട് ചെയ്യുന്നു എന്നാണ് നമുക്ക് പറയാൻ സാധിച്ചത്. പിന്നെ നമുക്ക് ഈ ഇലക്ഷനിൽ നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിലൂടെയാണ്, അതായത് ഷാഫി പറമ്പിൽ വടകരയുടെ MP ആയപ്പോൾ ഉപതെരഞ്ഞെടുപ്പിലൂടെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പത്തനംതിട്ട മീൻസ് അടൂരിൽ നിന്ന് ഈ പാലക്കാടിലേക്ക് മത്സരിക്കാൻ വരുന്നത്. പിന്നെ അതിനുശേഷം ഉണ്ടായ കാര്യങ്ങൾ നമുക്കറിയാം. അദ്ദേഹത്തിനെതിരെ പല ആരോപണങ്ങൾ വന്നു, അതും വളരെ ഗുരുതരമായ ആരോപണങ്ങൾ വന്നു. എന്തായാലും അദ്ദേഹം പിന്നെ പാർട്ടിയിൽ നിന്ന് പോലും പുറത്താവുകയുണ്ടായി. അങ്ങനെ സാഹചര്യത്തിൽ എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിലല്ല മത്സരിക്കുന്നതെന്ന് നമുക്ക് പറയാൻ സാധിക്കും. പക്ഷേ ഇവിടെ ഒരു ക്ലിഫ് ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടത്തിലല്ല വേറെ ആരെങ്കിലുമാണ് UDF കാൻഡിഡേറ്റ് ആയിട്ട് മത്സരിക്കുന്നെങ്കിൽ ഷാഫി പറമ്പിലിൻ്റെ സപ്പോർട്ടാണ് ഇവിടെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. കാരണം ഷാഫി പറമ്പിൽ ആ മണ്ഡലം ഏറ്റവും നന്നായി നോക്കുകയും മണ്ഡലത്തിലെ ആളുകളെ നന്നായി പരിപാലിക്കുകയും ചെയ്തിരുന്ന ഒരു MLA ആയിരുന്നു ഷാഫി പറമ്പിൽ എന്ന് പറയുന്നത്. അപ്പം ഷാഫി പറമ്പിലിൻ്റെ ഒരു സ്വാധീനം അത് ഉള്ള ഒരു കാൻഡിഡേറ്റിന് മാത്രമേ അവിടെ വിജയിക്കും. ഇപ്പം ഒരു ന്യൂനപക്ഷം അനുകൂലമെല്ലാം UDF വരും, UDF ഒരു വേവ് ഒക്കെ ഉണ്ടാകുമെന്ന് നമുക്ക് ഇന്നത്തെ സാഹചര്യത്തിൽ നമുക്ക് പറയാൻ സാധിക്കുമെങ്കിലും ഷാഫി പറമ്പിൽ പിന്തുണയ്ക്കുന്ന സ്ഥാനാർത്ഥിക്കായിരിക്കും അവിടെ സാധ്യത കൂടുതൽ. ഇപ്പം പിന്നെ ES ഓഫീസറായ കണ്ണൻ ഗോപിനാഥിൻ്റെ പേരൊക്കെയാണ് ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്നത്. ഇപ്പം കണ്ണൻ ഗോപിനാഥൊക്കെ നിന്ന് കഴിഞ്ഞാൽ എങ്ങനെയാണെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. അദ്ദേഹത്തെ പോലുള്ളൊരു റെപ്യൂട്ടഡ് ബ്യൂറോക്രാറ്റ്, അതായത് ശ്രീധരൻ നിന്ന് ഇത്ര വോട്ട് പിടിച്ചു എന്നൊക്കെ പറയുന്നതാണ് സിനാരിയോ ആയിട്ട് വരുന്നത്. പക്ഷേ ശ്രീധരൻ നിന്നതുപോലെയല്ല. ശ്രീധരൻ മെട്രോമാൻ എന്നൊക്കെയുള്ള രീതിയിലും വളരെ മുതിർന്ന ഒരാളെന്നുള്ള രീതിയിലും ന്യൂനപക്ഷ സമുദായത്തെ, പ്രത്യേകിച്ച് അവിടുത്തെ കൽപ്പാത്തി അടങ്ങുന്ന ബ്രാഹ്മണ സമുദായത്തെ എല്ലാം വളരെയധികം സ്വാധീനിക്കാൻ ശ്രീധരന് സാധിച്ചിരുന്നു. പക്ഷെ അതല്ലെങ്കിൽ ഈ ഷാഫി പറമ്പിൽ അവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു ഇമേജ്, ആ ഇമേജിനൊപ്പം നിൽക്കുന്ന അല്ലെങ്കിൽ ഷാഫി പറമ്പിൽ പിന്തുണയ്ക്കുന്ന ഒരാളെ തന്നെ വരുന്നതായിരിക്കും ആ നിയോജകമണ്ഡലത്തിൽ കോൺഗ്രസിന് കൂടുതൽ അനുകൂലമായിട്ട് വരുന്നത്. ഇപ്പം LDF വളരെ ഡിസ്റ്റൻ്റായി കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിൽ BJPയും LDFും കുറച്ച് ക്ലോസ് ആയിരുന്നുവെങ്കിൽ തന്നെയും അത് കുറച്ച് ഡിസ്റ്റൻ്റായി മൂന്നാം സ്ഥാനത്ത് നിൽക്കുന്ന നിയോജക മണ്ഡലമാണ് ഈ പാലക്കാട് എന്ന് പറയുന്നത്. പാലക്കാട് ഒരു പക്ഷേ പീസരിൻ തന്നെ പിന്നെയും വരുമോ എന്ന് നമുക്ക് അറിയില്ല. അങ്ങനെ പീസരിൻ വന്നു കഴിഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഇഷ്യൂ ആയിരിക്കും അവിടെ കൂടുതലും ആ മണ്ഡലത്തിൽ LDF പ്രചാരണമായിട്ട് ഉന്നയിക്കാൻ പോകുന്നത്. പക്ഷെ അത് കൂടുതലും ഹെൽപ്പ് ചെയ്യുന്നത് BJP തന്നെയായിരിക്കും. ഒരു പക്ഷേ ശോഭാ സുരേന്ദ്രൻ തന്നെയാണ് സ്ഥാനാർത്ഥിയായിട്ട് വരുന്നതെങ്കിൽ ഒരു പക്ഷേ BJPക്ക്. പക്ഷേ BJPയുടെ പ്രധാന പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ന്യൂനപക്ഷ വോട്ടുകൾ ഈ 3 പഞ്ചായത്ത്, അതായത് മാത്തൂര്, കണ്ണാടി, പിരായിരിയിൽ നിന്ന് കിട്ടുന്ന ന്യൂനപക്ഷ വോട്ടുകൾ അല്ലെങ്കിൽ ആ UDF കിട്ടുന്ന ഭൂരിപക്ഷം ഈ മുനിസിപ്പാലിറ്റിയിലൂടെ കവർ ചെയ്യാൻ പറ്റുന്നില്ല എന്നതൊരു വസ്തുതയാണ്. അപ്പോൾ അതുപോലെ തന്നെ ഇപ്പം ഈ സരിൻ ഉന്നയിക്കുന്ന ഇഷ്യൂസ് ഈ 3 പഞ്ചായത്തുകളിൽ ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ഒരു ക്ലിഫ് ഫാക്ടറായിട്ട് വരികയാണെങ്കിൽ, അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഈ വോട്ടുകൾ സ്പ്ലിറ്റ് ആവുകയാണെങ്കിൽ ഒരുപക്ഷെ BJPക്ക് ശോഭാ സുരേന്ദ്രൻ ആണ് സ്ഥാനാർത്ഥിയെങ്കിൽ വിജയിക്കാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ പ്രശാന്ത് ശിവനാണെങ്കിൽ പോലും, പ്രശാന്ത് ശിവനാണെങ്കിൽ യൂത്താണ്. നമ്മുടെ മണ്ഡലം പാലക്കാട് ജില്ലയിൽ ഉൾപ്പെടെ BJPയുടെ ജില്ലാ പ്രസിഡന്റായിട്ടൊരു യുവാവ് വന്നത് അത് അവിടെ ഒരു ഇമ്പാക്ട് ഉണ്ടായിരുന്നു. കൃഷ്ണകുമാറിന്റെ നോമിനിയാണ്. പക്ഷെ അദ്ദേഹം നന്നായിട്ട് പ്രവർത്തിക്കുന്ന ഒരാളാണെന്ന് നമുക്ക് പറയാൻ സാധിക്കുമെങ്കിലും ശോഭാ സുരേന്ദ്രൻ അവിടെ വന്നു കഴിഞ്ഞാൽ ഉണ്ടാക്കുന്ന ഇമ്പാക്ട് ഡബിൾ ആയിരിക്കും. അപ്പം അവിടെ അങ്ങനെ ഒരു സാധ്യതയുണ്ട്. ഒരു പക്ഷേ BJPക്ക് വിജയിച്ച് കയറാൻ സാധിക്കുന്ന, അതായത് ഈ വോട്ട് സ്പ്ലിറ്റ് ആയാൽ BJPക്ക് വിജയിച്ച് കയറാൻ പറ്റുന്ന നിയോജക മണ്ഡലമാണ് ഈ പാലക്കാട് എന്ന് പറയുന്നത്. സന്ദീപ് വാര്യർ അങ്ങോട്ട് വരാൻ സന്ദീപ് വാര്യർ പറയാൻ പറ്റില്ല. സന്ദീപ് വാര്യർ ഒരു പക്ഷേ വരാനും ഇപ്പം ഡിപ്പെൻസ് ആണ്. സന്ദീപ് വാര്യർ വന്നു കഴിഞ്ഞാൽ സന്ദീപ് വാര്യർ നിർത്താൻ പറ്റുന്ന മണ്ഡലങ്ങളാണ് ഈ തൃശ്ശൂര്, പാലക്കാട്. കാരണം വേറെ ഏത് മണ്ഡലത്തിൽ പോയി കഴിഞ്ഞാലും സന്ദീപ് വാര്യരെ തോപ്പിക്കാൻ വേണ്ടിയിട്ട് BJP RSS വോട്ടുകൾ മൊത്തം പോകും. പക്ഷേ ഈ BJP ജയിക്കുന്ന ഒരു മണ്ഡലത്തിലാണ് എങ്കിൽ ഈ വോട്ടുകൾ സ്പ്ലിറ്റ് ആവില്ല. അതായത് LDF ഈ വോട്ടുകൾ പോവില്ല. അതായത് ഈ RSS BJPക്ക് തന്നെ കിട്ടും. അപ്പൊ അങ്ങനെ വരുന്ന ഒരു സിറ്റുവേഷൻ, ഈ വോട്ട് മറിച്ചു കുത്തിയാൽ മാത്രമേ സന്ദീപ് വാര്യർ തോക്കുന്നൊരു സാഹചര്യത്തിലേക്ക് വരത്തുള്ളൂ. കാരണം ഒരു വേവിന്റെ സാഹചര്യത്തിൽ. അപ്പം സന്ദീപ് വാര്യർ എവിടെ നിന്ന് കഴിഞ്ഞാലും തോപ്പിക്കുമെന്നാണ് RSS ഒക്കെ പറഞ്ഞത്. പക്ഷെ കോൺഗ്രസിന് അല്ലെങ്കിൽ നടത്താൻ പറ്റുന്ന ഒരു നല്ല കാൻഡിഡേറ്റ് സന്ദീപ് വാര്യർ ആണ്. കാരണം പാലക്കാട് പോലെ ഒരു നിയോജകമണ്ഡലത്തിൽ കാരണം ഈ വോട്ട് സ്പ്ലിറ്റ് ആവില്ല. കാരണം BJP ഒരിക്കലും അവരുടെ വോട്ട് CPM കൊടുക്കാൻ പോവാത്ത ഒരു സാഹചര്യത്തിൽ ഒരുപക്ഷെ സന്ദീപ് വാര്യരെ നിർത്തിയാൽ ഒരു പക്ഷേ വിജയസാധ്യത നമുക്ക് വേണമെങ്കിൽ പറയാം. ഒരു വേവിൻ്റെ ഒക്കെ അടിസ്ഥാനത്തിൽ ഒരു വിജയസാധ്യത ഉണ്ട് നമുക്ക്. പക്ഷേ ഈ മണ്ഡലം വളരെ ടഫാണ്. നമുക്കൊരു പ്രവചിക്കാൻ ഇങ്ങനെ പെട്ടെന്ന് പറ്റുന്നില്ല. കാരണം ഒരു സ്ലൈറ്റ് ആയിട്ട് നമുക്ക് UDF കൊടുക്കാമെങ്കിലും BJP ക്ലോസ് ആണ്, നെക്ക് ടു നെക്ക് ആണ്.
എന്തായാലും പാലക്കാട് കുറച്ച് ടഫ് ആവുമെന്നാണ് ജോയൽ പറയുന്നത്. അടുത്ത മണ്ഡലം കോട്ടയമാണ്. കോട്ടയം തിരുവഞ്ചൂരിൻ്റെ മണ്ഡലമാണ്. ഇപ്പോൾ അതിനെപ്പറ്റി ഒന്ന് പറയും. നമ്മൾ ന്യൂസ് ഏറ്റുമാനൂരിന്റെ കാര്യം പറഞ്ഞു. അതായത് ഈ വാസവന്റെ കാര്യം പറഞ്ഞു. മണ്ഡല പുനർനിർമ്മാണത്തിന് ശേഷം വളരെയധികം LDF-ന് കുറച്ചൊരു സ്ട്രോങ് ഉണ്ടായിരുന്ന ഒരു സ്ഥലമാണ് ഈ കോട്ടയം നിയോജക മണ്ഡലം എന്ന് പറയുന്നത്. ഈ 2008 മണ്ഡല പുനർനിർമ്മാണത്തിന് ശേഷം, അതായത് LDF-ന് ഉണ്ടായിരുന്ന സ്വാധീനം മാറി അതൊരു UDF-ന് അനുകൂലമായ സ്വാധീനം ഉണ്ടാകുന്ന നിയോജക മണ്ഡലമായി ഈ കോട്ടയം എന്ന് പറയുന്നത്. പ്രധാനമായിട്ടും കുമരകം പോലുള്ള പഞ്ചായത്തുകളെല്ലാം ഏറ്റുമാനൂരിലേക്ക് കൂട്ടിച്ചേർക്കപ്പെട്ടപ്പോൾ പിന്നെ തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ പോലെ ഒരു കാൻഡിഡേറ്റ് വന്നു കഴിഞ്ഞപ്പോൾ ഈ മണ്ഡലം ന്യൂട്രലായി, അതായത് കുറച്ചുകൂടെ UDF-ന് സ്വാധീനമുള്ള ഒരു ന്യൂട്രൽ മണ്ഡലമായി കോട്ടയം മണ്ഡലം എന്ന് പറയുന്നത്. ഇപ്പൊ VN വാസവനെ ആണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, അത് 1000-ൽ താഴെ വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ 2011 തോൽപ്പിച്ചത്. നമുക്കറിയാം അതിനു മുമ്പുള്ള മണ്ഡല ചരിത്രം എന്ന് പറഞ്ഞാൽ ഡീലിമിറ്റേഷന് മുമ്പുള്ള മണ്ഡല ചരിത്രം എന്ന് പറഞ്ഞാൽ അവിടെ ഏറ്റവും കൂടുതൽ തവണ വിജയിച്ചിട്ടുള്ളത് LDF-ന്റെ കാൻഡിഡേറ്റ്സ് ആയിരുന്നു. പ്രത്യേകിച്ച് CPM-ന് വളരെയധികം സ്വാധീനമുണ്ടായിരുന്ന ഒരു നിയോജക മണ്ഡലമായിരുന്നു പഴയ കോട്ടയം എന്ന് പറയുന്നത്. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ 2011 നമുക്ക് ഈ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഈ കോട്ടയം മണ്ഡലത്തിൽ തോറ്റിട്ടുണ്ടെന്നുള്ള ചരിത്രം, അടൂർ അദ്ദേഹം കണ്ടിന്യൂസ് ആയിട്ട് MLA ആയിട്ട് ജയിക്കുന്നതിന് മുമ്പ് ഒരു തവണ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ മത്സരിച്ചുകൊണ്ട് തോറ്റിട്ടുണ്ട് ഈ കോട്ടയം നിയോജക മണ്ഡലത്തിൽ. അപ്പം അത്രത്തോളം ഇടതിന് സ്വാധീനം ഉണ്ടായിരുന്ന ഈ കോട്ടയം നിയോജക മണ്ഡലം പിന്നീട് മണ്ഡല പുനർനിർമ്മാണത്തിന് ശേഷം UDF-ന് സ്വാധീനമുള്ള ഒരു മണ്ഡലമായി വരികയും ആദ്യത്തെ തവണ വളരെ പോപ്പുലർ ആയിട്ടുള്ള, അതായത് ആദ്യത്തെ തവണ MLA ആയതാണ് VN വാസവൻ. അതുകൊണ്ട് തന്നെ മണ്ഡലം നല്ല ക്ലിയർ ആൻഡ് ക്രിസ്റ്റലായിട്ട് VN വാസവനെ നോക്കാൻ സാധിച്ചു. പക്ഷേ ആദ്യത്തെ തവണ അതിനുശേഷം UDF-ന്റെ ഒരു സ്വഭാവം ന്യൂട്രൽ ആയതിനു ശേഷം കുറച്ചുകൂടി UDF പ്രാമുഖ്യം വന്നതിന് ശേഷം ചെറിയ വോട്ടുകളുടെ മാർജിനിൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ വിജയിക്കുകയും രണ്ടാമത്തെ തവണ അദ്ദേഹത്തിന്റെ ഭൂരിപക്ഷം 30,000-ന് മുകളിലുള്ള ഒരു ഭൂരിപക്ഷമായി മാറുകയും കഴിഞ്ഞ തവണ 18,000 വോട്ടിന് വളരെ ഡീസെന്റ് ആയിട്ടൊരു ഭൂരിപക്ഷത്തിൽ വിജയിക്കുകയും ചെയ്തു. ഇത്തവണയും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ തന്നെയായിരിക്കും മത്സരിക്കുക, അദ്ദേഹം തന്നെയായിരിക്കും വിജയിക്കാൻ സാധ്യത കൂടുതൽ. നമ്മളിവിടെ നോക്കിക്കാണുന്നത് LDF-ന്റെ കാൻഡിഡേറ്റ് ആരായിരിക്കും, എന്താണ് JC തോമസ് ആണ് മത്സരിക്കുമോ? കാരണം അദ്ദേഹം എന്തായാലും പുതുപ്പള്ളിയിൽ ഇനി മത്സരിക്കാൻ സാധ്യത കുറവാണ്. അപ്പം അല്ലെങ്കിൽ ഒരു മണ്ഡലം കുറച്ചും കൂടെ ഒരു ഫൈറ്റ് കൊണ്ടുവരാൻ പറ്റുന്ന ഒരു സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞാൽ സുരേഷ് കുറുപ്പാണ്. ഒരു പക്ഷേ സുരേഷ് കുറുപ്പ് ഈ മണ്ഡലത്തിൽ LDF-ന്റെ കാൻഡിഡേറ്റ് ആയിട്ട് മത്സരിച്ച് കഴിഞ്ഞാൽ ഈ രണ്ട് വ്യക്തി, സുരേഷ് കുറുപ്പിന് കോട്ടയം പാർലമെന്റിൽ അദ്ദേഹം മത്സരിക്കുന്ന സമയം മുതലേ ഈ കോട്ടയം നിയോജക മണ്ഡലത്തിലും അതിന്റെ സമീപ പ്രദേശങ്ങളിലെല്ലാം അദ്ദേഹത്തിന്റെ സുരേഷ് കുറുപ്പിന് ഒരു വോട്ടുണ്ട്. അത് സുരേഷ് കുറുപ്പിന്റെ വ്യക്തി സ്വാധീനം, വളരെ സൗമ്യനായ വ്യക്തി ആയതുകൊണ്ട് അദ്ദേഹത്തിന് കിട്ടുന്ന വോട്ടാണ്. പക്ഷേ തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ പോലെ ആ മണ്ഡലത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരാൾ, അതും മണ്ഡലം അതിന്റെ സ്വഭാവം മാറിയതിന് ശേഷം, അതും ഈ മണ്ഡലത്തിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന ഒരാൾ, അതായത് ഇനിയിപ്പോൾ UDF അധികാരത്തിൽ വരാൻ സാധ്യത കൂടുതലായ സാഹചര്യത്തിൽ ഉറപ്പായിട്ടും മന്ത്രിയാകും എന്ന് നമുക്ക് പറയാൻ പറ്റുന്ന ഒരാളാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ സുരേഷ് കുറുപ്പ് മത്സരിച്ച് കഴിഞ്ഞാൽ ഒരുപക്ഷെ മണ്ഡലം കുറച്ച് ഫൈറ്റ് ആയിട്ടൊക്കെ, അല്ലെങ്കിൽ ഈ ഭൂരിപക്ഷം ഒന്ന് കുറയ്ക്കാനോ അല്ലെങ്കിൽ ഈ സ്റ്റാഗ്നന്റ് ആയിട്ട് തന്നെ ഭൂരിപക്ഷം നിർത്താനോ സാധിക്കുമെങ്കിലും വിജയിക്കാൻ സാധ്യത കുറവാണ്. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ തന്നെയായിരിക്കും ഒരുപക്ഷെ വിജയിക്കുന്നത്. അടുത്ത മണ്ഡലം കൊല്ലമാണ്. കൊല്ലം മുകേഷാണ് ഇപ്പോൾ MLA. കഴിഞ്ഞ 2 തവണയും അവിടെ തന്നെ അദ്ദേഹം വിജയിച്ചിരിക്കുന്നു അല്ലേ? അപ്പോൾ ഇത്തവണ എന്തായിരിക്കും സ്ഥിതി? മുകേഷ് നിൽക്കുമോ അതോ മാറുമോ? എന്തായിരിക്കും അവിടുത്തെ ഒരു അവസ്ഥ? മുകേഷിനെ മാറ്റുമെന്നാണ് ഇപ്പോൾ മാധ്യമങ്ങളിലൂടെ നാം കേൾക്കുന്നത്. മുകേഷ് പറഞ്ഞിട്ടുണ്ട് മുകേഷിന് മത്സരിക്കാൻ താല്പര്യമുണ്ടത്. അപ്പം അങ്ങനെ ഒരു നിയോജക മണ്ഡലം നമുക്ക് കൊല്ലത്തിന്റെ ചരിത്രം വെച്ച് നോക്കിക്കഴിഞ്ഞാൽ കൊല്ലം നിയോജക മണ്ഡലം LDF-ന് വളരെയധികം സ്വാധീനമുള്ള നിയോജക മണ്ഡലമാണ്. ഇപ്പം മണ്ഡല പുനർനിർമ്മാണത്തിന് ശേഷം ആ മണ്ഡലത്തിലെ LDF-ന്റെ സ്വാധീനത്തിൽ വലിയ മാറ്റമൊന്നും വന്നിട്ടില്ല. ഈ PK ഗുരുദാസനെല്ലാം വിജയിക്കുകയും മന്ത്രിയാകുകയും എല്ലാം ചെയ്ത നിയോജക മണ്ഡലമാണ് ഈ കൊല്ലം എന്ന് പറയുന്നത്. ഈ 2016 ആദ്യം മുകേഷ് മത്സരിക്കുന്ന സമയത്ത് ഒരു സിനിമാ നടൻ്റെ ഇമേജും അങ്ങനെയെല്ലാം കൊണ്ട് വന്നപ്പം ആ ഭൂരിപക്ഷം PK ഗുരുദാസൻ ഉണ്ടായതിനെക്കാട്ടിൽ ഇരട്ടി ഭൂരിപക്ഷം, 17,000 വോട്ടിൻ്റെ മുകളിൽ ഭൂരിപക്ഷത്തിലാണ് ഈ മുകേഷ് മത്സരിക്കുന്നത്. അതിനുശേഷം 5 വർഷം കൊണ്ട് പിന്നെ അവിടെ ഉണ്ടായ സാഹചര്യം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ തവണ LDF തരംഗത്തിൻ്റെ മാത്രം അഡ്വാൻറ്റേജിലാണ് മുകേഷ് എന്ന കാൻഡിഡേറ്റ് അവിടെ വിജയിച്ചത്. പിന്നെ ബിന്ദു കൃഷ്ണയായിരുന്നു എതിർ സ്ഥാനാർത്ഥി. അപ്പം ഈ ഇലക്ഷന് സീറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഡ്രാമാസ് ഒക്കെ നടത്തി എന്നുള്ള രീതിയിൽ LDF-ന്റെ ശക്തമായ പ്രചരണം ആ സമയത്ത് ഉണ്ടായിരുന്നു. അപ്പം അതെല്ലാം കൊണ്ട് 2,000 വോട്ടുകൾക്കാണ്, അതും കൊല്ലം പോലെ LDF-ന് ഇത്രയും അനുകൂലമായ ഒരു നിയോജക മണ്ഡലത്തിൽ കേവലം 2,000 വോട്ടിനാണ് മുകേഷ് വിജയിച്ചു പോകുന്നത് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. അപ്പോൾ ഈ മണ്ഡലത്തെ സംബന്ധിച്ച് ഇന്നത്തെ കൊല്ലം മണ്ഡലം പൊതുവെ LDF-ന് സേഫ് ആണെന്ന് പറയുകയാണെങ്കിലും കഴിഞ്ഞ 5 വർഷവും കഴിഞ്ഞ 10 വർഷവും മണ്ഡലം നോക്കിയിട്ടുള്ള ആളാണോ മുകേഷ് എന്ന ചോദ്യത്തിനാണ് നമുക്ക് ഉത്തരം കണ്ടെത്തുന്നത്. അതുകൊണ്ട് തന്നെ LDF-ന് വിപരീതമായി ഒരു എന്താ പറയുക, LDF വിരുദ്ധ ഒരു തരംഗം ഉണ്ടെങ്കിൽ അത് ശരിക്കും സ്ഥലമായിരിക്കും ഈ കൊല്ലം നിയോജക മണ്ഡലം എന്ന് പറയുന്നത്. അതിന്റെ വലിയ ഉദാഹരണമാണ് ചരിത്രത്തിൽ ഇതുവരെയും കൊല്ലം കോർപ്പറേഷൻ അത് UDF-ന് കിട്ടിയിട്ടില്ല.
ചരിത്രത്തിൽ ആദ്യമായാണ് ഈ കഴിഞ്ഞ 2025 തദ്ദേശ തെരഞ്ഞെടുപ്പിലാണ് കൊല്ലം കോർപ്പറേഷൻ UDF കിട്ടുന്നത്. അത് വ്യക്തമായി UDF അവിടെ അത് UDF കഴിവുകൊണ്ടാണെന്ന് നമ്മൾ ഇപ്പോഴും വിചാരിക്കുന്നില്ല. കാരണം ഈ കൊല്ലം നിയോജക മണ്ഡലത്തിൽ ആദ്യം പറഞ്ഞു കേട്ട പേരായിരുന്നു ഇന്നത്തെ മേയറായിട്ടുള്ള ഹഫീസിന്റെ പേര്. അപ്പം ഹഫീസ് ഇപ്പൊ മേയറായി. ഇപ്പൊ ഹഫീസ് ആയിരിക്കത്തില്ല ഇനി സ്ഥാനാർത്ഥിയാണ്. ഇപ്പം ഒരു ബലിയാടിനെ ഇടുക എന്നുള്ള രീതിയിലാണ്. കൊല്ലത്തെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് മേയർ കാൻഡിഡേറ്റ് ആയിട്ട് നിർത്താനൊന്നും UDF ഒരാളും ഇല്ലായിരുന്നു. അപ്പൊ അതുകൊണ്ടാണ് INTUCന്ന് ഈ ഹഫീസ് എന്ന് പറഞ്ഞ ഒരാള് വരികയും അദ്ദേഹത്തെ മത്സരിക്കും. കാരണം അവർക്ക് ഉറപ്പാണ് UDF ഇറങ്ങാൻ ഉറപ്പില്ല, വിജയിക്കുമെന്ന് അവർക്ക് യാതൊരു ഉറപ്പുമില്ല. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഓക്കെ ആരെങ്കിലും മത്സരിക്കട്ടെ, ഇതായിരിക്കും നമ്മുടെ മേയർ എന്ന് പറഞ്ഞ് അങ്ങനെ മത്സരിപ്പിച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും കിട്ടുന്നെങ്കിൽ കിട്ടട്ടെ എന്നുള്ള രീതിയിൽ സ്വാഭാവികമായിട്ടും ചുമ്മാ മത്സരിപ്പിച്ചതാണ് ഹഫീസിനെ എന്ന് പറയുന്നത്. പക്ഷെ അത്ഭുതം സംഭവിച്ചു. കാരണം ഈ ജനങ്ങൾ വോട്ട് ചെയ്യാൻ, അതായത് LDFനെതിരെ ഈ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇങ്ങനെയുള്ള ഏരിയകളിലെല്ലാം പ്രത്യേകമായി, നഗരപ്രദേശങ്ങളിൽ പ്രത്യേകമായും LDFനെതിരെ വോട്ട് ചെയ്യാൻ ഒരു വലിയ സമൂഹം തയ്യാറായിരുന്നു. കാരണം ഒരു മാറ്റം ആവശ്യമായിരുന്നു. കാരണം ഈ കൊല്ലം എന്ന് പറയുന്ന കോർപ്പറേഷനിലൊക്കെ ഇതുവരെയും UDF ജയിച്ചിട്ടില്ല. അപ്പം ഒരു പരീക്ഷണമായിരുന്നു. ആ പരീക്ഷണം വിജയിക്കുകയും ചെയ്തു. അപ്പം നമ്മൾ നോക്കണ ഈ കൊല്ലം നിയോജക മണ്ഡലത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് റിസൾട്ട് വെച്ച് നോക്കുമ്പോൾ BJPക്കും സ്വാധീനം വളരെയധികം കൂടിയിട്ടുള്ള ഒരു നിയോജക മണ്ഡലം ആണെന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഇത്തവണ മത്സരം എന്തായാലും ടൈറ്റ് ആയിരിക്കും. കാൻഡിഡേറ്റ് ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും. എന്തായാലും മുകേഷിനെയാണ് പിന്നെയും നിർത്തുന്നതെങ്കിൽ ചിലപ്പോൾ ഒരു പക്ഷേ നമുക്ക് പറയാൻ സാധിക്കും 8 മണിക്ക് മുൻപ് തന്നെ കാര്യങ്ങളിലൊക്കെ തീരുമാനമാവും. അപ്പം ആവും. പക്ഷെ മുകേഷ് അല്ല, വേറൊരു കാൻഡിഡേറ്റ് ആണ്. ഇപ്പൊ കാൻഡിഡേറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു പഴയ കാൻഡിഡേറ്റിനെ വെച്ചിട്ട് അല്ലെങ്കിൽ ഈ പാർട്ടി തത്വങ്ങൾ അങ്ങനെ പറഞ്ഞിരിക്കുന്ന മസിൽ പിടിച്ചിരിക്കുന്ന ഒരു കാൻഡിഡേറ്റിനെ വിചാരിച്ചു കഴിഞ്ഞാൽ ഇപ്പം ഈ LDF വിരുദ്ധത ഈ മണ്ഡലത്തിലുടനീളമുള്ള ഒരു സാഹചര്യത്തിൽ അങ്ങനെ ഒരു കാൻഡിഡേറ്റിനെ വെച്ച് കഴിഞ്ഞാൽ ടഫാണ് മണ്ഡലം. അതേസമയം UDFന്റെ ബിന്ദു കൃഷ്ണനെ പോലെയൊക്കെ ഒരാളാണെങ്കിൽ അവിടെയും തദൈവയായിരിക്കും. പക്ഷെ അവർ ഈ 5 വർഷത്തിനുള്ളിൽ ആ മണ്ഡലത്തിൽ എങ്ങനെ നിന്നിട്ടുണ്ട് എന്നതിനെ പറ്റി നമുക്ക് ക്ലിയർ ആയിട്ട് അറിയില്ല. അദ്ദേഹം അവർ DCC പ്രസിഡന്റ് ആയിരുന്നു, പിന്നെ ആ സ്ഥാനം മാറി. അപ്പം അതിനൊക്കെ ശേഷം അവർ തന്നെയാണ് മത്സരിക്കുന്നതെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കില്ല. പക്ഷെ അതേസമയം ഈ 2016 UDFന് വേണ്ടി മത്സരിച്ച് സൂരജ് രവി എന്നൊരു സ്ഥാനാർത്ഥി. സൂരജ് രവി ആദ്യത്തെ പ്രാവശ്യം, അതായത് 2016 മുതൽ 2021 വരെയുള്ള ടൈമിൽ വലിയ പോപ്പുലർ അല്ലായിരുന്നു കൊല്ലത്ത്. മത്സരിച്ച് തോറ്റു, ചിലപ്പോൾ അതുകൊണ്ടായിരുന്നു. പക്ഷേ ഈ കഴിഞ്ഞ 5 വർഷം അദ്ദേഹത്തിന് അവിടെ ഒരു നല്ല പേരെടുക്കാൻ സാധിച്ചു. ഒരു പക്ഷേ സൂരജ് രവിയെ പോലൊക്കെ ഒരു കാൻഡിഡേറ്റ് വരികയാണെങ്കിൽ, ഒരു ചെറുപ്പക്കാരനായിട്ടുള്ള കാൻഡിഡേറ്റ് വരികയാണെങ്കിൽ, ഇപ്പം ബിന്ദു കൃഷ്ണ മോശമെന്നല്ല പറയുന്നത്, പക്ഷെ LDFന് അനുകൂലമായിട്ടൊരു മണ്ഡലമാണ്. മണ്ഡല പുനർനിർമ്മാണത്തിന് ശേഷം ഈ കൊല്ലം കുറച്ചുകൂടി അതിൻ്റെ ഇടതു സ്വഭാവം വർദ്ധിച്ചു. പക്ഷെ ഈ LDF വിരുദ്ധത ഇന്ന് ലിമിറ്റേഷനും കാര്യങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ. കാരണം ഓക്കെ, പക്ഷെ ഈ ഭരണവിരുദ്ധ വികാരം ശരിക്കും ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അതിൻ്റെ ചൂടറിഞ്ഞ നിയോജക മണ്ഡലമാണ് കൊല്ലം എന്ന് പറയുന്ന സാഹചര്യത്തിൽ ഇതേ ട്രെൻഡ് തന്നെയാണെങ്കിൽ ഒരുപക്ഷെ UDFന് വിജയിക്കാൻ സാധ്യതയുള്ള. ഇറ്റ്സ് ഓൾ ഡിപ്പെൻഡ്സ് ഓൺ ദ കാൻഡിഡേറ്റ് ആൻഡ് വി ക്യാൻ സേ ദാറ്റ് ഇറ്റ് വിൽ ബി ടൈറ്റ്. അപ്പം ഇങ്ങനൊരു സാഹചര്യത്തിൽ ഇതിൻ്റെ സാധ്യത എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ടൈറ്റ് ആയിരിക്കും. പക്ഷേ ഈ ഭരണവിരുദ്ധ വികാരം ഒരുപാടുണ്ട്. ഈ ട്രെൻഡ് നല്ല രീതിയിൽ അനുകൂലമാണെങ്കിൽ ഒരു സ്ലൈറ്റ് അടിച്ച് ഒരു പക്ഷേ UDFന്, പക്ഷെ പറയാൻ പറ്റില്ല. അതിൻ്റെ സ്വഭാവം, അതിൻ്റെ രീതി അങ്ങനെ ആയതുകൊണ്ട് നമുക്ക് പ്രവചിക്കാൻ പറ്റില്ല. എന്നാലും ഇന്നത്തെ സാഹചര്യത്തിൽ പക്ഷേ ഓൾ ഡിപ്പെൻഡ്സ് ഓൺ ദ കാൻഡിഡേറ്റ്. സ്ഥാനാർത്ഥിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു മണ്ഡലമാണ് കൊല്ലം എന്നാണ് ജോയലിൻ്റെ വിലയിരുത്തൽ. എന്തായാലും ഇന്ന് നമ്മൾ 4 ജില്ലാ ആസ്ഥാനങ്ങളെ പറ്റിയാണ് പറഞ്ഞത്. നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻസും ഒക്കെ ഈ ഒരു യൂട്യൂബ് പ്ലാറ്റ്ഫോമിലൂടെ ഞങ്ങളുമായി പങ്കിടണം. അടുത്ത ദിവസം മറ്റൊരു എപ്പിസോഡുമായി കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം.